ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മിസ്സിനറിയാം. അപ്പം ഇന്ന് മിസ്സ് പറയാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തത്. ഓക്കെ, കാരണം ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ നീറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത്രയും മാസങ്ങളുടെ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളുടെ ഒരു പരിശ്രമമാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങളുടെ ഡ്രീമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മളുടെ കോൺസെൻട്രേഷൻ കളയാനും നമ്മളാകെ ഒന്ന് ടെൻസ്ഡ് ആക്കാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കഴിവതും എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പരിപാടികളും അല്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡ്രസ് കോഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു ഡ്രസ് കോഡിൻ്റെ എന്തൊക്കെയാണോ ചെയ്യാൻ പാടുള്ളത്, എങ്ങനത്തെ ഡ്രസ്സാണോ ധരിക്കേണ്ടത് അങ്ങനത്തെ ഇട്ടിട്ട് പോകുക. ഇനിയിപ്പോൾ കസ്റ്റമറി ഡ്രസ്സസ് ധരിക്കുന്ന മക്കളാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് നല്ലപോലെ കോപ്പറേറ്റ് ചെയ്യുക. ഒരു 1 hour മുൻപ് തന്നെ നമ്മളുടെ എക്സാം ഹാളിലേക്കൊക്കെ എത്തി നല്ലപോലെ ചെക്കിങ്ങിനൊക്കെ കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവിടെ എത്തിയതിന് ശേഷം അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ അടുത്തോ അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നവരായിട്ടും ഒരു രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അവരോട് സംസാരം ഉണ്ടാകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നോക്കുക. കാരണം ഈ ഒരു ദിവസം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടൊരു ദിവസമാണ്, നമ്മളെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസം കഴിവതും നമ്മളുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കാനും യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് നമ്മൾക്ക് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതെൻ്റെ മക്കൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ആൻഡ് പാരൻസ്, ഈ വീഡിയോ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ പാരൻസിനുണ്ട്, നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. കാരണം നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം കൂടി ആയിട്ടാണ്. നമ്മുടെ മക്കൾ ഡോക്ടേഴ്സൊക്കെ ആയിട്ടും നഴ്സൊക്കെ ആയിട്ടും എല്ലാവരും വരാനുള്ളത് നിങ്ങൾ സ്വപ്നം കണ്ടൊരു കാര്യമാണ്. അപ്പം നമുക്ക് അവിടെ എന്തുണ്ടായി കഴിഞ്ഞാലും അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ഒരു സംസാരം വരാതെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ കുട്ടികളോട് എന്തൊക്കെയാണ് നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോകാതിരിക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാതിരിക്കേണ്ടത്. അപ്പം മിസ് പറഞ്ഞു, ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തതൊന്നും ഒഴിവാക്കുക. അവിടെ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറയുന്നൊരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ടെൻഷനായി പോകും. അപ്പം അതൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പോകുക. ഓക്കെ, ഇനി നമ്മളുടെ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മളുടെ എക്സാം ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, അവർ ഒരു തരത്തിലുള്ള മെറ്റാലിക് ആയിട്ടുള്ള സംഭവങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം അവർക്ക് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെക്കിങ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള മെറ്റാലിക് ആയിട്ടുള്ള സംഭവങ്ങളും ഇല്ലാതിരിക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, ഒരു തരത്തിലുള്ള എഴുതിയതായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പേപ്പറിൽ എന്തെങ്കിലും എഴുതി കൊണ്ടുപോകുന്ന ടെക്സ്റ്റലായിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള തുണ്ട് പേപ്പേഴ്സ് പോലത്തെ സംഭവങ്ങളില്ലേ, അതൊന്നും വെറുതെ എന്നാൽ എക്സാം ഹാളിൽ എത്തിയിട്ട് ഞാനൊന്ന് വായിച്ച് നോക്കാമെന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോൾ നമ്മൾ ചെറുതാക്കി എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേപ്പർ നമ്മൾ എന്തെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡുകൾ ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ടാകും അല്ലേ. അത് നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്യണം, എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷേ ആ സമയത്ത് നമ്മളത് എക്സാം ഹാളിൽ എത്തിയിട്ടൊന്ന് വായിക്കാമെന്ന് കരുതി നമ്മൾ വെച്ചതായിരിക്കും. ചിലപ്പോൾ ടെൻഷനോടെ പോകുന്ന സമയത്ത് നമ്മളുടെ പോക്കറ്റിലായി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലും ഒരു വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളിങ്ങനെ നോക്കുന്നു, അവൻ അങ്ങനത്തെ കൊണ്ടുവന്നു അങ്ങനത്തെയൊക്കെ, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ക്യാരി ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും. കാര്യം നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, നമ്മൾ ആ സമയത്ത് വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനത്തതൊന്നും തന്നെ എക്സാം ഹാളിലേക്ക് എടുക്കാതിരിക്കുക. ആൻഡ് ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് ഒന്നും തന്നെ പറ്റില്ല, ജോമെട്രി പെൻസിൽ ബോക്സ് പറ്റില്ല, പ്ലാസ്റ്റിക് പൗച്ച് പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നമ്മളുടെ അഡ്മിറ്റ് കാർഡ്, നമ്മളുടെ ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ID പ്രൂഫ്, മാസ്ക് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മളുടെ കയ്യിലുണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്നാലും ഒരു പ്ലാസ്റ്റിക് ഒരു പൗച്ചിൽ കൊണ്ടുപോയി ഇടാം, ഒരു ഫയൽ എന്തെങ്കിലും ക്യാരി ചെയ്യാം, ഒന്നും പറ്റില്ല. അങ്ങനത്തതൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ പറ്റില്ല, പെന്ന്
വേണ്ടേ ബബിൾ ചെയ്യാൻ പെന്ന് വേണ്ട എന്നാൽ ഞാൻ ഒരു പെന്ന് എടുക്കാം, ഒന്നും വേണ്ട, പെന്നൊന്നും പറ്റില്ല. അവിടെ നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തരും. ഓക്കെ, അവിടെ നിന്നാണ് പെന്നൊക്കെ തരിക. ആൻഡ് സ്കെയില്, റൈറ്റിംഗ് പാഡ്, പെൻ ഡ്രൈവ്സ്, ഇറേസർ, കാൽക്കുലേറ്റർ, ലോഗരിതം ടേബിൾസ്, ഇലക്ട്രോണിക് പെന്നോ സ്കാനറോ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകരുത്. ഇതൊക്കെ നമ്മളുടെ ആ സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊരു ടോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ ആ ഒരു എക്സാം ടൈമിൽ നമ്മളത് ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാതിരിക്കുക. ഇനി എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് നമ്മളുടെ മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, ഇയർഫോണ്, മൈക്രോഫോണ്, പേജർ, ഹെൽത്ത് ബാൻഡ് അങ്ങനത്തെ ഒന്നും തന്നെ എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അതൊന്നും അലൗഡ് അല്ല. ഇനി അതർ ഐറ്റംസ് ലൈക്ക് നമ്മളുടെ വാലറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾസ്, ദെൻ ഹാൻഡ് ബാഗ്, ബെൽറ്റ്, ക്യാപ്പ്, ഇതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നാൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പാരൻസിൻ്റെ കൂടെ അല്ല, അച്ഛൻ്റെ ഒറ്റയ്ക്കാണ് വരുന്നതിൻ്റെ വാലറ്റ് കയ്യിൽ കരുതാമെന്ന് വിചാരിക്കരുത്. വാലറ്റ് കയ്യിൽ പറ്റില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പൈസ എന്തെങ്കിലും മാത്രം, അത്യാവശ്യം വേണ്ട പൈസ മാത്രം കയ്യിൽ കരുതുക. അത് തന്നെ നമ്മൾ എക്സാം ഹാളിൽ പുറത്ത് വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ വാലറ്റ് കയ്യിൽ വെക്കാൻ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ഹാൻഡ് ബാഗ്, ബെൽറ്റ്, ക്യാപ്പ് ഇതൊന്നും പറ്റില്ല. ബെൽറ്റിനൊക്കെ എന്തുണ്ടാവും, മെറ്റാലിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും, അതൊന്നും പറ്റില്ല. ഇനി നമ്മളുടെ വാച്ച്, ഒരു തരത്തിലുള്ള വാച്ചസും നമ്മളുടെ എക്സാം ഹാളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ടൈമിന് എന്താ, ടൈം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ ക്ലോക്ക് വെച്ചിട്ടുണ്ടാകും. അത് എല്ലാ എക്സാം ഹാളിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് NTA പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം ഹാളിൽ എന്തുണ്ടാവും, ക്ലോക്ക് ഉണ്ടാവും. നിങ്ങൾ വാച്ച് കെട്ടി പോകരുത്. ഓക്കെ, റിസ്റ്റ് വാച്ച് പറ്റില്ല, ബ്രേസ്ലെറ്റ് പറ്റില്ല, ക്യാമറ ഒന്നും തന്നെ അലൗഡ് അല്ല. ഓർണമെൻറ്റ്സ്, മെറ്റാലിക് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. നമ്മൾ ചെയിന്, നമ്മളുടെ എന്താ പറയുക, ഇയർ റിങ്സ് പറ്റില്ല, നോസ് പിൻസ് പറ്റില്ല, അങ്ങനെ മെറ്റാലിക് ആയിട്ടുള്ള റിങ്സ് പറ്റില്ല, ഒന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് അഴിക്കാൻ വേണ്ടി നിൽക്കണ്ട. ചിലപ്പം അതൊക്കെ നമ്മളുടെ എന്താണ്, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. അയ്യോ, ഇത് ഞാനിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ, അത് മിസ്സായി പോവുമോ, അങ്ങനെ പലതരത്തിലുള്ള ടെൻഷൻസ് നമ്മൾ അവിടെ വെച്ച് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മളെ വേറെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ടെൻഷനാക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത് നോസ് പിൻ ഊരണം. അപ്പോൾ നോസ് പിൻ ഊരിയിട്ട് നിങ്ങൾ ബാഗിൽ വെച്ചിട്ടുണ്ടാവും. അയ്യോ, ബാഗ് പുറത്താണ്, എൻ്റെ ബാഗിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ, ബാഗ് മിസ്സായി പോകും, അങ്ങനെ പല ടെൻഷൻസ് ആവും. അതൊന്നും വേണ്ട. തലേന്ന് തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങൾ, ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ ഊരി വെക്കുക. ഓക്കെ, ഇനി ഫുഡ് ഐറ്റംസ് ഓപ്പൺഡ് ആയിരിക്കാം, പാക്ഡ് ആയിരിക്കാം, വാട്ടർ ബോട്ടിൽസ് ഇതൊന്നും തന്നെ അലൗഡ് അല്ല. ഓക്കെ, അപ്പം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. ഓക്കെ, ഇതൊന്നും എക്സാം ഹാളിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. ഇനി എനി അതർ ഐറ്റംസ് വിച്ച് കുഡ് ബി യൂസ്ഡ് അൺഫെയർ മീൻസ് ബൈ ഹൈഡിങ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് മൈക്രോചിപ്പ്, ക്യാമറ, ബ്ലൂടൂത്ത് ഡിവൈസസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ബട്ടൺസിൻ്റെ അതാണ് നമ്മളോട് തീരെ ബട്ടൺസ് ഉള്ള ഡ്രസ്സസ് പറ്റില്ല എന്ന് പറയുന്നത്. ഒന്നും തന്നെ ഹൈഡ് ചെയ്തിട്ടൊക്കെ ഒന്നും വെക്കുന്നതൊന്നും അലൗഡ് അല്ല. ഇങ്ങനത്തെ മൈക്രോചിപ്പ് പോലത്തെ സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ എക്സാം ഹാളിൽ എന്ത് ചെയ്യരുത്, കൊണ്ടുവരാതിരിക്കുക. ഇങ്ങനത്തെ ചെറിയ നമ്മൾ വിചാരിക്കും ആര് കാണാനാന്ന് വിചാരിക്കും. പക്ഷേ അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വർഷങ്ങളിലേക്ക് നീറ്റ് എക്സാം ഒന്നും എഴുതാൻ പറ്റാതെ നമ്മളുടെ എല്ലാവരുടെയും ആ ഡ്രീം തന്നെ അവിടെ പോവും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ അറേഞ്ച്മെൻറ്റ് വിൽ ബി മെയ്ഡ് the centers for keeping any article items belonging to the candidates. അപ്പം നമ്മളുടേതായിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ആ എക്സാം സെൻറ്റർ ഒരു അറേഞ്ച്മെൻറ്റും നമുക്ക് ചെയ്തു തരില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ പുറത്ത് വെക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ അഴിച്ചു വെച്ചിട്ട് വരാൻ പറയുന്നത്. അതുപോലെ തന്നെ വാലറ്റ് ഒന്നും കൊണ്ടുവന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരവാദികൾ സെൻറ്റേഴ്സ് ആയിരിക്കില്ല, നമ്മളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കും. അപ്പോൾ കൂടുതൽ പൈസയൊന്നും കൊണ്ടുവരാതെ ആവശ്യത്തിന് മാത്രം പൈസ കരുതുക. ഇനി ദ കാൻഡിഡേറ്റ്സ് വെയറിങ് ആർട്ടിക്കിൾസ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ഫെയ്ത്ത്. ഇപ്പോൾ ചിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമറി ഡ്രസ്സസ് അല്ലേ, നമ്മളുടെ ഇപ്പം മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് ചിലപ്പോൾ തട്ടൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും കോൺഫിഡൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സസ് വേണം. അല്ലെങ്കിൽ നമ്മൾ കന്യാസ്ത്രീ മക്കളാണെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ സ്ലീവ് ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവരാണെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ് കോഡിൻ്റെ വീഡിയോയിൽ ഒരു 1 hour മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് ചെക്കപ്പ് വേണ്ടി വരും. ഓക്കെ, കാരണം നമ്മൾ പോകുന്നത് ബാക്കിയുള്ളവരെല്ലാവരും പോകുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടല്ല. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണ്ടി വരും, നന്നായിട്ട് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക നല്ലതായിട്ട്. എന്നെ അങ്ങനെയൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും നമ്മളൊരു സംസാരം അവിടെ ഉണ്ടാവാതിരിക്കുക.
ഒക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നമ്മളുടെ ഉത്തരവാദിത്തം കൂടിയാണ്, കാരണം നമ്മളാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ ഒരു 1 hour മുമ്പ് എന്തായാലും റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് അവിടെ എത്തുക. എന്നിട്ട് നല്ല പ്രോപ്പർ ചെക്കിങ്ങിനൊക്കെ കോപ്പറേറ്റ് ചെയ്യുക. ഇനി അതുപോലത്തെ ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചരടോ എന്തെങ്കിലും മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവില്ല, നിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ്, പാർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കസ്റ്റമറി, കൾച്ചറൽ, റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ മുമ്പ്, റിപ്പോർട്ടിംഗ് ടൈമിന് 2 മണിക്കൂർ മുമ്പ് എന്തായിരിക്കണം, എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാവണം. സോ ദാറ്റ് ദർ ഇസ് ഇനഫ് ടൈം ഫോർ പ്രോപ്പർ ഫ്രിസ്കിങ്. നല്ല പ്രോപ്പറായിട്ടുള്ള ചെക്കിങ്ങിന് അവർക്ക് നല്ല സമയം കിട്ടുകയാണ്. നിങ്ങൾ പറയാം ഈ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് എൻ്റെ വിശ്വാസപരമായിട്ടുള്ള സാധനമാണ്, എനിക്കിത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ, എനിക്കിത് മാറ്റി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഊരി വെക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അത് അലൗഡാണ്. പക്ഷേ ഇപ്പം ഒരു 2 മണിക്കൂർ മുമ്പ്, റിപ്പോർട്ടിംഗ് ടൈമിന് 2 മണിക്കൂർ മുമ്പ് എന്തായാലും എൻ്റെ മക്കൾ അവിടെ എത്തിയിരിക്കണം. ഓക്കെ. ഇനി വിത്തൗട്ട് എനി ഇൻകൺവീനിയൻസ് ടു ദ കാൻഡിഡേറ്റ് വെൽ മെയിൻറ്റെയിനിങ് സാൻസിറ്റി ഓഫ് ദി എക്സാമിനേഷൻ. അതായത് നമുക്കൊരു അപ്പോൾ ചില മക്കൾക്ക് എന്താണ്, എൻ്റെ വിശ്വാസപരമായിട്ടുള്ള ഒരു സാധനമായിരുന്നു, പ്രോപ്പർ ചെക്കിങ് നടന്നിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ അലൗ ചെയ്യില്ല. അപ്പം ചില മക്കൾക്ക് എന്താണ്, അത് ആ സമയത്ത് അവർക്കൊരു ടെൻഷൻ ഉണ്ടാക്കും. അപ്പം എൻ്റെ കുട്ടികൾക്കും ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, നേരെ മറിച്ച് അവരുടെ ചെക്കിങ് അത് അവരുടെ ഡ്യൂട്ടിയാണല്ലേ, അപ്പോൾ അതും പ്രോപ്പറായിട്ട് നടക്കണം. അപ്പോൾ അതിന് കോപ്പറേറ്റ് ചെയ്യേണ്ട നമ്മളുടെ ഉത്തരവാദിത്തമാണ്. 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തിയാൽ ഒരു പ്രശ്നവുമില്ല. Okay. If upon screening it is discovered that any candidate is actually carrying a suspected device within such items of faith, he or she may be asked not to take it on the examination hall. അപ്പോൾ അത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് അവർ പറയുകയാണെങ്കിൽ ഇത് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുത്തിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിവതും നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇത് നമ്മളുടെ NTA തന്നെ പറഞ്ഞിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല കോൺഫിഡൻസോട് കൂടി, നല്ല ടെൻഷനൊന്നും ഇല്ലാതെ, നല്ല കൂളായിട്ട് എൻ്റെ മക്കൾ എക്സാം ഹോളിലേക്ക് പോവുക. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാനും നല്ലപോലെ എഴുതാനൊക്കെ പറ്റും. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ട് ഇന്നും കൂടി ഉണ്ടാകും. അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ.